സാഹിത്യത്തിന്റെ ഒരു സീരീസ് പോലെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് നോക്കി കാണുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുവഴി കാണുക. അതിനുശേഷം ഈ ഒരു ക്ലാസ്സും കൂടെ കാണുക. അപ്പൊ PSCയുടെ മലയാള സിലബസ് പ്രകാരം 9 സെക്ഷനുകളാണുള്ളത്. അതിൽ ഈ പറയുന്ന സെക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു. ഇന്ന് എഴുത്തുകാർ, തൂലികാനാമം, അപരനാമം, അതിലെ അപരനാമമാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിലുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് പദശുദ്ധി, വാക്യശുദ്ധി, പറയാൻ തുടങ്ങിയ മലയാളത്തിന്റെ സിലബസ് വൈസ് ക്ലാസ് PDF ഒക്കെ ഉൾപ്പെടെ നമ്മുടെ ആപ്പിൽ ലഭിക്കും. അത് പെയ്ഡ് ആണ്. അപ്പൊ വേണമെന്നുള്ളവർ അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സാഹിത്യകാരന്മാരുടെ വിശേഷണം അല്ലെങ്കിൽ അപരനാമം. അപ്പൊ ഈ അവരുടെ സാഹിത്യകാരന്മാരുടെ എഴുത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന അപരനാമവും വിശേഷണവും ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ ഇതും അതുപോലെ നമ്മൾ പഠിച്ച് വെച്ച് നോക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ മറന്നു പോകുന്നത് കൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ചെറിയ കോഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഇനി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്തിനാണ് നമ്മളിങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രാസവാദത്തിന്റെ സമയത്ത് ഇദ്ദേഹം കാളിദാസന്റെ മേഘ സന്ദേശം വിവർത്തനമൊക്കെ ചെയ്തിരുന്നു ദ്വിതീയാക്ഷര പ്രാസത്തിൽ. അപ്പോ മണിപ്രവാള ശാകുന്തളമൊക്കെ വിവർത്തനം ചെയ്ത് ഇദ്ദേഹത്തെ നമുക്ക് കേരളത്തിലെ കാളിദാസൻ എന്ന് വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ ഇനി നമുക്ക് അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ്. അതായത് കോയി തമ്പുരാൻ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഫ്രണ്ട്ലി PSCയുടെ ഷോർട്സിൽ കയറുക, അതിൽ ഞാൻ അഭിനയിച്ചിട്ടിട്ടുണ്ട് ഒരു 2 കൊല്ലം മുന്നേ. അതായത് കോയി തമ്പുരാൻ എന്ന ശൈലി, അതായത് നമ്മളുടെ രാജകുടുംബത്തിലെ അവസാന അവകാശിയെ കല്യാണം കഴിക്കുക വഴി പുരുഷന്മാർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് കോയി തമ്പുരാൻ. അപ്പൊ നമ്മളുടെ കേരളവർമ്മയും തിരുവിതാംകൂറിലെ റാണി ലക്ഷ്മിബായിയെ കല്യാണം കഴിക്കുക വഴി അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ് കോയി തമ്പുരാൻ എന്നുള്ളത്. അപ്പൊ ആ ശൈലിയുടെ അർത്ഥം എന്താ? ഭാര്യ വഴി കിട്ടിയത് കൊണ്ട് ഭാര്യയുടെ വരുതിയിൽ കഴിയുന്ന ഭർത്താവുന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ ആ ശൈലി ഉപയോഗിക്കുന്നത്. ആ ശൈലി തന്നെ നമുക്ക് ഇവിടെ കോഡായിട്ട് ഉപയോഗിക്കാം. അതായത് ഇത് കോയി തമ്പുരാനല്ലേ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കാളിയാണ്. കാളിയല്ല, റാണി ലക്ഷ്മിയാണ് നമ്മൾ പഠിച്ചു. എന്നാലും കോഡിന് വേണ്ടിയിട്ട് കാളിയാണ്. അപ്പൊ കാളിയുടെ ഇവിടെ ഇങ്ങനെ ദാസനായിട്ട് നിൽക്കുന്ന പാവം നമ്മുടെ കോയി തമ്പുരാൻ എന്നുള്ള രീതിയിൽ നമുക്കത് ഓർത്തു വയ്ക്കാം. അപ്പൊ കേരള കാളിയുടെ ദാസനായിട്ട് കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് നമുക്ക് ഓർത്തു വയ്ക്കാം. യഥാർത്ഥ ഫാക്ട്സ് പഠിച്ചല്ലോ അല്ലെ, അത് യഥാർത്ഥ ഫാക്ട്സ്. ഇത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാനുള്ള കോഡ്. ഇനി അടുത്താണ് കേരള തുളസീദാസൻ. ആരാണ്? വെണ്ണിക്കുളം ഗോപാല കുറുപ്പാണ്. അപ്പോ തുളസീദാസ രാമായണം തർജ്ജമ ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മള് കേരളത്തിലെ തുളസീദാസ് എന്ന് പറയുന്നത്. തുളസീദാസ്, രാംദാസിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഹിന്ദി സാഹിത്യത്തിലെ കവികളാണ്. അപ്പൊ കേരളത്തിലെ തുളസീദാസനായിട്ട് തുളസീദാസൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ആരെയായിരിക്കും? വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്. ഇതിന് ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ്. അതായത് സാധാരണ ഈ തുളസിയൊക്കെ ഇങ്ങനെ കുളത്തിലൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഭക്തിയോടെയൊക്കെ തൊഴാറില്ലേ ചിലര്. അപ്പൊ അത് തന്നെ നമുക്ക് ഓർക്കാം. അപ്പൊ എന്താ, കുളത്തിൽ കുളിച്ചിട്ട് തുളസിക്കാരുടെ അവിടെ വന്ന് ഇങ്ങനെ തൊഴുകയാണ്. അപ്പൊ തുളസിയും കുളവും കൂടെ ഓർത്താൽ നമ്മള് കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് ഓർത്തൂടെ. ഇനി അടുത്തതാണ് കേരള വാണിനി, AR രാജരാജവർമ്മ. കേരള വാണിനിയും രചിച്ചതാരാ? AR അല്ലേ. അപ്പൊ കേരള വാണിനി നമുക്ക് AR രാജരാജവർമ്മ ഓർത്ത് വെച്ചൂടെ. ഇനി അടുത്താണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് തെറ്റിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ ഓർത്തേ. ഈ എടശ്ശേരി എന്നൊക്കെ പറയുമ്പോ എന്തോ ഇടയ്ക്കാന്നല്ലേ. അപ്പൊ ഇവിടെ ഒരു ഇഷ്ടിക, ഇവിടെ ഒരു ഇഷ്ടിക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ സിമെന്റ് ചേർക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇടയ്ക്ക് ശക്തി കിട്ടാനായിട്ട് സിമെന്റ് ചേർക്കും എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ശക്തി. അപ്പൊ അതായത് ഇദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ശക്തിയുടെ കവിയായിട്ട് പറയുന്നത്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇടശ്ശേരിയാണ്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ. ഇടശ്ശേരിയാണ്. അപ്പൊ ശക്തിയാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരിയാണ്. നമ്മൾ ഈ ഇടയ്ക്ക് സിമെന്റിന്റെ കാര്യം വെച്ചിട്ട് നമ്മൾ അത് ഓർത്ത് വെക്കും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇടയ്ക്ക് എന്തായിരുന്നു? ശക്തിയാണല്ലോ. അപ്പൊ ശക്തിയുടെ കവി ഇടശ്ശേരിയാണെന്ന് ഓർത്ത് വയ്ക്കും. ഇനി അടുത്തത് കേരള വാൽമീകി, കേരള ടാഗോർ. ഇതൊക്കെ ആരാണ്? വള്ളത്തോളാണ്. അതുപോലെ ദേശീയ ഗായകൻ പൂങ്കുയില് എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ കേരള വാൽമീകി, വാൽമീകി രാമായണം തർജ്ജമ ചെയ്തത് കൊണ്ടാണ് നമ്മൾ വള്ളത്തോളിനെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ ഓർത്തേ. വള്ളം നമ്മൾ സാധാരണ വള്ളത്തോളിനെ നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്ലി PSCയിലെ കോഡായിട്ട് നമ്മൾ വള്ളം വെച്ചിട്ടല്ലേ എടുക്കുന്നത്. വള്ളം അല്ലെ. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാ? ചിത്രയോഗം. അപ്പൊ വള്ളത്തിൽ ഇരുന്ന് യോഗം കൂടുന്നു, ചിത്രയോഗമാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. മഹാകാവ്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ. അപ്പൊ അതുപോലെ വള്ളത്തിൽ എന്തുണ്ടാവും? കുറെ നാള് വള്ളം അനക്കാതെ
അതിൽ എന്ത് വരും? വാൽമീകം വരും, ചെതൽപ്പുറ്റ് വരും അല്ലെ. ഇപ്പൊ ചെതൽപ്പുറ്റ് വള്ളത്തേലൊക്കെ വരത്തില്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വാൽമീകം ചെതൽപ്പുറ്റാന്ന് അറിയാവുന്നവർക്ക് അങ്ങനെ ഓർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അറിയാൻ വയ്യെങ്കിൽ ഇപ്പൊ അങ്ങ് പഠിച്ചോ. അപ്പൊ ഈ വാൽമീകം ചെതൽപ്പുറ്റ് വരും, വള്ളം അനക്കാതെ ഇട്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ കേരള വാൽമീകി വള്ളത്തോളാണെന്ന് നോക്കാം. പിന്നെ കേരള ടാഗോറും പൂങ്കുയിലും മലയാളത്തിന്റെ ദേശീയ ഗായകനും ഒക്കെ വള്ളത്തോളാണെന്ന് നോക്കണം. അതായത് മലയാളം, അതായത് കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ഭാരതം എന്ന കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അപ്പൊ കേരളത്തെയും ഭാരതത്തെയും മലയാള ഭാഷയെ പറ്റി പറയുന്നതിന് ഇങ്ങനെ എന്താ ആവേശം വരാറുണ്ട് അല്ലെ വള്ളത്തോളിന്റെ കൃതികളില്. അപ്പൊ എന്താ കേരളത്തിന്റെ ദേശീയ ഗായകനാന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം വള്ളത്തോളാണ്. ഇനി അടുത്തത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അതായത് വ്യാസഭാരതം, അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് ഒത്തിരി കവികൾ ചേർന്നിരുന്ന് തയ്യാറാക്കേണ്ട അത്രയും ബൃഹത്തായ സംഭവം വളരെ കഠിന പ്രയത്നം ചെയ്ത് തർജ്ജമ ചെയ്തതാണ് ഇദ്ദേഹം. മഹാഭാരതം തർജ്ജമ ചെയ്തതാണ്. അപ്പൊ മഹാഭാരതം തർജ്ജമ ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ന് പറയുന്നത് കേരള വ്യാസനാണെന്ന് പറയുന്നത് അല്ലെ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇനി നമ്മൾ ഓർത്തു വെക്കാനുള്ള കോഡ് പറയാൻ പോകട്ടോ. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ ആ ഒരു ഗ്രൗണ്ടിൽ, ആ കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ നിൽക്കുന്ന വലിയൊരു ഹ്യൂജ് ഒരു സർക്കിൾ പോലാണ് അല്ലെ ആ ഒരു ഏരിയ. അപ്പൊ അത് ഒരു വലിയൊരു വൃത്തമാണ് അല്ലെ. അപ്പൊ ആ സർക്കിളിന്റെ എന്തൊരു വ്യാസവും അല്ലെ. അതായത് ഇത് പകുതി ആരോ, ഇത് ഫുള്ള് വ്യാസമാണെന്ന് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ. അപ്പൊ കൊടുങ്ങല്ലൂര് ഗ്രൗണ്ടിന് എന്തോരു വ്യാസമാണല്ലേ, അങ്ങനെ ഓർക്കണം. അതായത് കേരള വ്യാസം, എന്ത് കൊടുങ്ങല്ലൂർ ഗ്രൗണ്ടിന്റെ വ്യാസം ഓർത്താൽ ഇത് കിട്ടും. അപ്പൊ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി അടുത്തത് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാ? കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ. ക്രൈസ്തവരിൽ വേറെ ആരും അങ്ങനെ ഓർക്കാൻ കൺഫ്യൂസ് ആയി പോകാൻ കവികളൊന്നും അധികമില്ലല്ലോ. അപ്പൊ പിന്നെ ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള തന്നെയാന്ന് ഓർത്തൂടെ. അതായത് മഹാകാവ്യത്തിൽ ഞാൻ പഠിപ്പിച്ചില്ലേ, ബൈബിൾ കഥകൾ ആസ്പദമാക്കി ശ്രീയേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചു. ബൈബിൾ കഥകൾ ആസ്പദമാക്കി ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യം രചിച്ച നമ്മുടെ കട്ടക്കയം ചെറിയാൻ മാപ്പിളയെ നമുക്ക് ക്രൈസ്തവന്റെ കാളിദാസൻ എന്ന് പറഞ്ഞൂടെ, പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഇത് ഓർക്കണം. കട്ടക്കയം ചെറിയാൻ മാപ്പിള ക്രൈസ്തവ കാളിദാസൻ. അതുപോലെ നിങ്ങൾ നമ്മുടെ ഈ സീരീസിൽ തന്നെ മഹാകാവ്യമൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പൊ ഇവരൊക്കെ ഫെമിലിയർ ആയില്ലേ, ഇപ്പൊ കിട്ടുമല്ലോ നിങ്ങൾക്ക്. പിന്നെ അടുത്തതാണ് നാളികേര പാകൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം നമ്മൾ ഓൾറെഡി വിജ്ഞാന സാഹിത്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഉള്ളൂരിനെ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്ത് കേട്ടോ. നമ്മൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ആധുനിക കവിത്രയത്തിന് ഒരു വിശേഷണമുണ്ട്. അത് ഈ പാട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർത്തി വെക്കാം. ഈ ഒരു ആശാൻ ആശയഗംഭീരൻ. അപ്പൊ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന ആരാ? ആശാനാണ്. അപ്പൊ ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ. അപ്പൊ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്ന കവി ഏതാണ്? വിശേഷിപ്പിക്കുന്ന ഏത് കവിയാ? ഉള്ളൂരെയാ. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അപ്പൊ ആശാനാശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. എന്താണ്? ആശാനാശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അപ്പൊ 3 വിശേഷണങ്ങൾ പഠിച്ചില്ലേ. അപ്പൊ അതുപോലെ നാളികേര പാകനെന്ന് ഉള്ളൂരെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സംസ്കൃത തത്വചിന്തകനുണ്ട്, ശ്രീഹർഷൻ. അപ്പൊ കേരള ശ്രീഹർഷൻ എന്ന് നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ശ്രീഹർഷന്റെ ഒരു ഓർമ്മയിൽ ഇദ്ദേഹത്തെ നമ്മള് കേരളത്തിലെ ശ്രീഹർഷൻ എന്ന് വിളിക്കാറുണ്ട്. പണ്ഡിതനായ കവി എന്നും ഉല്ലേഖ ഗായകൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. പണ്ഡിതനായ കവി, ഉല്ലേഖ ഗായകൻ, കേരളത്തിലെ ശ്രീഹർഷൻ, പിന്നെ നാളികേര പാകൻ, നേരത്തെ പറഞ്ഞ പോലെ ശബ്ദാഠ്യൻ. ഇതെല്ലാം ഉള്ളൂരാണ്. കിട്ടിക്കാണല്ലോ. അപ്പോ നാളികേര പാകൻ ഉള്ളൂർ, അത് ഓർത്ത് വെക്കാനേ. ഈ നാളികേരം തേങ്ങയല്ലേ, ഇപ്പൊ നല്ല ഉള്ളുള്ള നല്ല മൂത്ത തേങ്ങയായിരിക്കണം അല്ലെ. പാക എന്ന് പറയാൻ നല്ല ഉള്ളു വേണം അല്ലെ. അപ്പൊ നല്ല ഉള്ളുള്ള നാളികേരം. നാളികേര പാകൻ എന്ന് പറയുമ്പോൾ നാളികേരം ഉള്ളു നോക്കണം, ഉള്ളൂരാണ് നോക്കണം കേട്ടാ. പിന്നെ കേരള മൈക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ഈ മൈക്കോവ്സ്കി എന്ന് പറയുന്നത് റഷ്യക്കാരനായ ഒരു റൈറ്ററാണ്, പ്ലേ റൈറ്ററാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മള് കേരളത്തിലെ മൈക്കോവ്സ്കി എന്ന് കെടാമംഗലം പപ്പുക്കുട്ടിയെ വിളിക്കുന്നത്. അപ്പൊ കെടാമംഗലം പപ്പുക്കുട്ടിയെ കേരള മൈക്കോവ്സ്കി എന്ന് വിളിച്ചത് കെടാമംഗലം പപ്പുക്കുട്ടിയുടെ ഒരു പ്രധാന കൃതിയാണ് കടത്തുവഞ്ചി. ആ കടത്തുവഞ്ചിയുടെ അവതാരിക എഴുതിയ കേസരി, ആ അവതാരികയിലാണ് ഇദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹത്തെ മൈക്കോവ്സ്കി എന്ന് വിളിച്ചു തരാ കേസരിയാണ്.
എപ്പോ ഈ കെടാമംഗലം പപ്പുക്കുട്ടിയുടെ ഒരു കൃതിയായ കടത്തുവഞ്ചിയുടെ അവതാരിക കേസരി എഴുതിയ ആ സമയത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ കേരള മൈക്കോവ്സ്കി എന്ന് അറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ഇനി ഓർത്ത് വെക്കാനുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ഓർത്താ മതി. അതായത് നമ്മൾ മയങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും? ലൈറ്റ് ഒക്കെ അങ്ങ് കെടുത്തി കളയും അല്ലെ? മയങ്ങാൻ നേരത്ത് ലൈറ്റ് കെടുത്തി കളയും. അപ്പൊ മൈക്കോവ്സ്കി കെടുത്തി കളയും, കെടാമംഗലം, അങ്ങനെ ഒരു രീതിയിൽ ഓർക്കാം. ഇനി അടുത്താണ് കേരള മോപ്പസാങ്. ഇത് ഞാൻ നിങ്ങൾ അഭിനയിച്ച് കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഷോർട്സിൽ പണ്ടെപ്പോഴും. അതായത് കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് തകഴിയാണ്. അപ്പൊ മോപ്പസാങ് ആരാണ്? ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളും എന്താണ്, അവസാനം ഒരു ദുരന്ത പര്യവസാനിയാണ്. അപ്പൊ നമ്മളുടെ തകഴിയുടെയും അതുപോലെ തന്നെയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ തോട്ടിയുടെ മകനാണെങ്കിൽ അവസാനം ആ ഒരു ദുരന്തം തന്നെ, അല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു എന്താ തോട്ടി പഠിച്ച് വലിയ മിടുക്കനായി വലിയ സംഭവം ഒന്നും ഉണ്ടാവുന്നില്ല അവന്റെ ലൈഫ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങ് പോവാണ് അല്ലെ? അപ്പൊ അവസാനം ഒരു ദുരന്തമായിട്ട് ഒത്തിരി ദുരന്തങ്ങളൊക്കെ നടക്കുന്നതാണ് അതിൽ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ തകഴിയുടെ എഴുത്തിന്റെ രീതി വെച്ചിട്ടാണ് കേരള മോപ്പസാങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാനുള്ള കോഡ് പറയാണേ. അതായത് ഈ തറയൊക്കെ തൂക്കുന്ന മോപ്പില്ലേ, മോപ്പ് നമ്മളിങ്ങനെ തഴുകി തഴുകി തഴുകിയല്ലേ തറ തുടങ്ങുന്നത്. അപ്പൊ മോപ്പ് വെച്ച് തഴുകി തഴുകി തറ തുടങ്ങുന്നത് തഴുകി 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 എന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ തകഴി, കേരള മോപ്പസാങ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. അടുത്തതാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. അപ്പൊ ഒരു സ്കോട്ടിഷ് റൈറ്റർ ആണ് വാൾട്ടർ സ്കോട്ട്. ഹിസ്റ്റോറിയനും നോവലിസ്റ്റും പ്ലേ റൈറ്ററും ഒക്കെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി പോലെ ആയതുകൊണ്ടാണ് നമ്മള് കേരള സ്കോട്ട് എന്ന CV രാമൻ പിള്ളയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ചരിത്ര നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ CV രാമൻ പിള്ള, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, ഇതൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഇനി ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് കേട്ടോ. ഈ സ്കോട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പണ്ട് സ്കൂളില് സ്കൗട്ടും ഗൈഡിങ്ങും ഒക്കെ ഓർമ്മ വരത്തില്ലേ? അതെന്നെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിൽ അതിജീവിക്കാൻ, ഇപ്പൊ ഒരു കാട്ടിലൊക്കെ പെട്ടുപോയാൽ നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ ടെന്റ് അടിക്കാനും റോപ്പൊക്കെ വെച്ച് ടെന്റൊക്കെ കെട്ടാനൊക്കെ പഠിപ്പിച്ചില്ലേ? അപ്പൊ അത് നമുക്ക് യൂസ്ഫുൾ അല്ലേ? അപ്പൊ ഉണ്ടല്ലോ ഈ നമ്മുടെ രാമനില്ലേ, വനവാസകാലത്ത് സീതാരാമൻ ലക്ഷ്മണൻ, അദ്ദേഹം സ്കൂളിൽ വെച്ചിട്ട് സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് വനവാസ കാലത്ത് വെരി സിമ്പിൾ ആയിരുന്നു, ടെന്റൊക്കെ അടിച്ച് നിൽക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്ന് ഓർത്താല്, രാമൻ സ്കൗട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഈസി ആയിരുന്നു എന്ന് ഓർത്താല് കേരള സ്കോട്ട് രാമൻ, CV രാമൻ പിള്ളയാണ് കോഡ്, ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തതാണ് കേരള മാർക്ക് ട്വൈൻ. മാർക്ക് ട്വൈൻ അറിയാലോ, കുട്ടികളുടെ ചെറുകഥയൊക്കെ എഴുതുന്ന മാർക്ക് ട്വൈൻ. കേരളത്തിലെ മാർക്ക് ട്വൈൻ എന്ന് വിളിക്കുന്നത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാണ്. അപ്പോ ഈ മാർക്ക് ട്വൈൻ്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫെൻസിന് പെയിന്റ് അടിക്കാനായിട്ട് ഒരു കുട്ടിക്ക് ആന്റി ശിക്ഷയായിട്ട് നീ എന്താ കുസൃതി കാണിച്ചതുകൊണ്ട് ഫെൻസിന് പെയിന്റ് അടിക്കാൻ പറഞ്ഞോടും. അപ്പൊ അവനത് ചെയ്തോണ്ടപ്പോ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഇവൻ ഇതിനെ പറ്റി അങ്ങ് തള്ളി മാറ്റി, ഇത് പെയിന്റ് ചെയ്യുന്ന ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാടോ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ അത് ആപ്പിള് ഇതാന്നൊക്കെ പറഞ്ഞാൽ അവർ ഓരോ സാധനങ്ങളൊക്കെ അവരോട് വാങ്ങിയിട്ട് അവരെ കൊണ്ട് പെയിന്റ് എടുപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പൊ അതുപോലെ ചെറുകഥ എഴുതുന്നത് വാസന വികൃതിയൊക്കെ വേങ്ങയിലാണല്ലോ എഴുതുന്നത്. അപ്പൊ ഞാൻ ഈ കഥ പറയാൻ കാരണം എന്താണോ, ആ മാർക്ക് ട്വൈൻ്റെ ആ കഥയിൽ പിള്ളേര് ആപ്പിളും അതും ഇതൊക്കെ കൊടുക്കത്തില്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ തേങ്ങയും കൊടുത്തു എന്നോർത്താല് നമ്മള് സാഹിത്യത്തില് വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ കേസരിയൊക്കെ ഓർക്കാൻ വേണ്ടി തേങ്ങ ഓർക്കാനൊക്കെ അല്ലേ പറഞ്ഞത്, ഇതിനു മുമ്പുള്ള സാഹിത്യ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പൊ വേങ്ങയിൽ നമ്മൾ തേങ്ങയിലാക്കി ഓർക്കും. അപ്പൊ മാർക്ക് ട്വൈൻ്റെ ആ സ്റ്റോറിയിൽ തേങ്ങയൊക്കെ വാങ്ങിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഓർത്താല് കേരളത്തിലെ മാർക്ക് ട്വൈൻ വേങ്ങയിലാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഓർക്കാനുള്ള കോഡാണേ. പിന്നെ കേരള ഓഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. ഏൻഷ്യന്റ് ഗ്രീക്ക് പോയിട്ടാണ് ഓഫ്യൂസ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി വെച്ചിട്ട് കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. നമുക്ക് ഓർക്കാനുള്ള കോഡ് ഈ ഓർഫ്യൂസ് വെച്ചിട്ട് നമ്മുടെ വീടിന്റെ ഫ്യൂസിലെ കറണ്ടിന്റെ ഫ്യൂസ് ഓർത്താൽ മതി. അതായത് നമ്മുടെ വീട് പുഴക്കരയിലാണ്. അപ്പൊ പുഴക്കരയിൽ ആയതുകൊണ്ട് പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ വീടൊക്കെ നനയൂലേ, വീട്ടിലേക്ക് വെള്ളം കയറും. അപ്പോൾ കറണ്ടിൽ എർത്ത് അടിച്ചിട്ട് ഷോക്കൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ തന്നെ വീട്ടിലെ ഫ്യൂസ് ഊരി അവിടെ വെക്കും കേട്ടോ. ഫ്യൂസ് ഊരി അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പൊ ഫ്യൂസ് എന്ന് പറയുമ്പോൾ പുഴ ഓർക്കണം. അപ്പൊ നമുക്ക് എന്ത് ഓർക്കാം? കേരള ഓഫ്യൂസ് ചങ്ങമ്പുഴയാന്ന് ഓർക്കാം. ഇനി അടുത്താണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയുടെയാണ്. അപ്പൊ എന്താ സാര അർത്ഥമാണുള്ളത് അല്ലെ, കളയാനൊന്നുമില്ല, വളരെ അർത്ഥവത്തായിട്ടുള്ള വരിയാണ് എന്നൊരു അർത്ഥത്തിലാണ്. കാച്ചിക്കുറുക്കിയ കവിതകൾ ആരുടെയാണ്? വൈലോപ്പിള്ളിയുടെയാണ്. അത് എങ്ങനെ ഓർത്തു വയ്ക്കും? തൽക്കാലം
നമുക്കൊരു കാര്യം, ഇപ്പൊ കാച്ചി കൂട്ടാനായിട്ട് ഒത്തിരി തീ കത്തിക്കാനൊക്കെ വേണ്ടി വരും അല്ലേ? അപ്പൊ തീ കത്തിക്കാൻ തീർന്നപ്പോ നമ്മൾ പിന്നെ അവസാനം എന്ത് ചെയ്തു? വൈക്കോൽ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ വൈക്കോലൊക്കെ ഇട്ട് കത്തിച്ചാണ് ഇത് കുറുക്കി എടുത്തത്. അപ്പൊ വൈക്കോല് കാച്ചി കുറുക്കുക, ആ ഒരു രീതിയിൽ ഓർത്തു വെക്കാം. പിന്നെ പുതിയതായിട്ട് PSC പഠിക്കുന്നവർക്ക് ഇതിന് കോഡിന്റെ ആവശ്യമുള്ളല്ലോ എന്നുള്ള ജാട തോന്നും, സ്വാഭാവികമായിട്ട് തോന്നും. 1-2 എക്സാം കഴിയുമ്പോൾ അത് മാറിക്കോളും. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ഇങ്ങനെ ഓർത്തപ്പോൾ ഇതിന് കോഡ് വേണ്ടല്ലോ എന്ന് കമന്റ് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആദ്യം അല്ലെങ്കിൽ ഭയങ്കര ഓർമ്മയുള്ളവരാണെങ്കിൽ വേണ്ട, കോഡില്ല എന്ന് പഠിച്ചോ. ഓക്കെ, ഇനി അടുത്തതാണ് മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്ന G. ശങ്കരക്കുറുപ്പാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാനേ. ഇപ്പൊ G. ശങ്കരക്കുറുപ്പ് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളല്ലേ, അപ്പൊ എന്തൊരു മൃത്യുബോധം ഉണ്ടായിരുന്നു എന്ന് ഓർക്കാം. അപ്പൊ മൃത്യുബോധത്തിന്റെ കവി G. ശങ്കരക്കുറുപ്പ്. ഇനി അടുത്താണ് മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മ. SCRT ക്ലാസ്സിലൊക്കെ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് പറഞ്ഞേ? മാതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അമ്മ കിടക്കുന്നു അല്ലേ? അപ്പൊ മാതൃത്വത്തിന്റെ കവയിത്രി ബാലാമണി അമ്മയാണ്. ഇനി അടുത്തത് കേരള ക്ഷേമേന്ദ്രൻ. ക്ഷേമേന്ദ്രൻ എന്നൊരു സംസ്കൃത പണ്ഡിതനാണ്. വടക്കുംകൂർ ആരാ? നന്നായിട്ട് സംസ്കൃതം അറിയാവുന്ന ഒരാളാണല്ലോ വടക്കുംകൂർ. അപ്പോ പിന്നെ കേരളത്തിലെ ക്ഷേമേന്ദ്രൻ എന്ന് വടക്കുംകൂറിനെ പറയും. ഇനി നിങ്ങൾ മറക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇതാണെങ്കിൽ ഈ സംസ്കൃതം ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരാ? ആര്യന്മാരാണ് അല്ലെ? മലയാളത്തിന്റെ ആദ്യത്തെ പിന്നെ ഈ മലയാള സാഹിത്യത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ആര്യാഗമനമൊക്കെ പറഞ്ഞു. അപ്പൊ ആര്യന്മാര് വടക്കുന്നാണ് സംസ്കൃതം തെക്കോട്ട് കൊണ്ടുവന്നത്. അപ്പൊ വടക്കാണ് സംസ്കൃതം അല്ലെ? പിന്നെ ക്ഷേമേന്ദ്രൻ എന്ന് പറഞ്ഞാലല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ക്ഷേമേന്ദ്രൻ ഒരു സംസ്കൃത പണ്ഡിതനാണ്, വടക്കുംകൂർ സംസ്കൃത പണ്ഡിതനാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കേരള ക്ഷേമേന്ദ്രൻ, വടക്കുംകൂർ. കാരണം ക്ഷേമേന്ദ്രൻ സംസ്കൃതമാണെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആര്യന്മാര് വന്നതും ഇതൊക്കെ ഞാൻ കോഡായിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. കാരണം ഒന്നും അറിയാൻ മേലാത്തവന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ക്ഷേമേന്ദ്രനും വടക്കുന്നു വന്നത് വെച്ചിട്ട് വടക്കുംകൂറും ഓർക്കണം. ഇനി അടുത്താണ് കേരള സൂർദാസ്. കബീർദാസ്, സൂർദാസിനൊക്കെ അറിയാലോ. സൂർദാസ് ആരാ? കൃഷ്ണഭക്തനാണ് അല്ലെ? ഹിന്ദി സാഹിത്യത്തിലെ നമ്മുടെ കൃഷ്ണഭക്തനാരാണ്? പൂന്താനമാണ്. അപ്പൊ കേരളത്തിലെ സൂർദാസ് എന്ന് നമുക്ക് ആരെ കണ്ണുടച്ചങ്ങ് വിളിക്കാം? പൂന്താനത്തിനെ കണ്ണുടച്ചങ്ങ് വിളിക്കാം. അപ്പൊ അത്. ഇനി മലയാളത്തിലെ എമിലി ബ്രോണ്ടി. എമിലി ബ്രോണ്ടി ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ്. അപ്പൊ നമ്മുടെ രാജലക്ഷ്മി ഒരു രീതി ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ മലയാളത്തിലെ എമിലി ബ്രോണ്ടിന്ന് നമുക്ക് രാജലക്ഷ്മി വിളിക്കാം. ഇനി എമിലി ഒരു മിലി പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ പേരല്ലേ? അപ്പൊ രാജലക്ഷ്മി. മിലി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്റ്റൈല് പേരല്ലേ? ഇപ്പൊ ഇത്രയും ബാലാമണി അമ്മയുടെ കൂടെ രാജലക്ഷ്മി വരുമ്പോ അതൊരു സ്റ്റൈല് പേരല്ലേ? അപ്പൊ ഈ സ്റ്റൈല് പേര് വരുന്ന ഈ സ്റ്റൈല് പേരിന്റെ ആളുടെ ആണെന്ന് ഓർക്കാം. അപ്പൊ എമിലി ബ്രോണ്ടി, രാജലക്ഷ്മി. അപ്പൊ ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്ന MDA ആണ്. അപ്പൊ ഹെമിംഗ്വേ MD. അപ്പൊ ഹെമ്മിങ് ഓർത്താ ഹെമ്മിങ് MD. അപ്പൊ അവിടെ ഒരു മൂളല് വെച്ചിട്ട് കേരള ഹെമ്മിംഗ്വേ MD വാസുദേവൻ നായരാണെന്നൊക്കെ ഓർക്കണം. പിന്നെ കേരള ഹോമർ അയ്യപ്പിള്ള ആശാനാണ്. അയ്യപ്പിള്ള ആശാന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അയ്യപ്പിള്ള ആശാൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊക്കെ ഓർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഫ്രണ്ട്ലി PSCയുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കുക. വാങ്ങിച്ചവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് നമ്മള് 2022 വരെയുള്ള കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. 2023 ലേറ്റസ്റ്റ് PYQ ഒക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഡിജിറ്റൽ ബോർഡിൽ നല്ല കോഡൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് ഒരു 22 രൂപ കൂടെ അടച്ചാൽ അത് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ വേഗം വാങ്ങിക്കുക കേട്ടോ ബുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.